ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സീക്രട്ടായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അവർ സീക്രട്ടായിട്ട് എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. സീക്രട്ട് തോട്ട്സ് ഓർ ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ, അവരെന്താണ് ഈ ഒരു സമയത്ത് രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. സീക്രട്ട് ഡിസയർ, ഇവർ എന്താണ് സീക്രട്ടായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ, അവരെന്താണ് ഈ ഒരു സമയത്ത് സീക്രട്ടായിട്ട് ആഗ്രഹിക്കുന്നത്. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ എന്താണ് സീക്രട്ടായിട്ട് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഓക്കെ, 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സ് കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സീക്രട്ടായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷൻ ആയിരിക്കാം. ആ ഒരു സെപ്പറേഷൻ്റെ കാരണം തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി അതൊരു വ്യക്തിയോ സാഹചര്യമോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി എന്തുകൊണ്ടും ആഗ്രഹിക്കുന്നത് തീർത്തും ആ സാഹചര്യം നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ നിന്ന് തന്നെ എൻഡായി പോയിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് സാഹചര്യത്തെയും മറികടക്കാൻ ഇപ്പോൾ തയ്യാറാണ്. എന്ത് തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് അവരുടെ ലൈഫിൽ വന്നാൽ പോലും അവർ ഈ ഒരു സാഹസത്തിന്, മേ ബി അതൊരു സാഹസമായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്കിൽ പോലും അവർ എന്തിനും തയ്യാറായിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ ഒരുപാട് തവണ നിങ്ങളുമായിട്ട് റീകോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആ സമയത്തൊന്നും അവർക്ക് അതിനുള്ള ഒരു പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. സോ അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഉള്ള ഈ സെപ്പറേഷൻ പൂർണ്ണമായിട്ടും അവസാനിക്കണമെന്നും ഈ റിലേഷൻഷിപ്പിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാവണമെന്നും തന്നെയാണ്. മേ ബി അവർ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ മൂവ് ചെയ്തിട്ടുണ്ടാവാം. അവിടെ അവർക്ക് ഒരുപാട് ലവ് ഓഫർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ നിരസിക്കുകയാണ്. അവർക്കറിയാം അവർ നിങ്ങളില്ലാതെ നേടിയെടുത്തത് ഒന്നും തന്നെ നിങ്ങൾക്ക് പകരമാവുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ നിന്ന് ഈ ഒരു സമയത്തോടകം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളെ വിട്ടുപോയതിൽ ഇപ്പോൾ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് അത്രയും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. അങ്ങനൊരു സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, നിങ്ങൾ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന, അതായത് നിങ്ങളുടെ ഒരു വെൽ വിഷറാണ് ഈ വ്യക്തി എന്ന് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ഓരോ ദിവസവും അവർ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രണയം അവരുടെ ലൈഫിൽ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സെപ്പറേഷൻ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാത്ത വ്യക്തികളുണ്ട്. പക്ഷേ നിങ്ങൾ ധരിക്കുന്ന പോലെയല്ല, ആ വ്യക്തിയുടെ മനസ്സിൽ എന്നും എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് അത്രയും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സ് കടന്നു പോവാണ്. അവർ ചിലപ്പോൾ അവർക്ക് സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത രീതി ഉണ്ടാവാം, അവസ്ഥ ഉണ്ടാവാം. എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ അവർ ഒരിക്കലും വിട്ട് കളയുന്നില്ല. നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ചിന്ത അവർ ഒരിക്കലും മാറ്റി വെക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ അവർ നിങ്ങളെ അടുത്ത നിമിഷം അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ
എന്താണ് കംഫേർട്ട്സും നിങ്ങൾക്ക് നൽകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷം അവർ കാരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവർ കാരണം നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവർ നിങ്ങളെ പല രീതിയിൽ വേദനിപ്പിച്ചു, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ പല രീതിയിൽ വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാം. അവർ ആ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, ഇനി ഒരു അവസരം അവരുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ലൈഫ് തന്നെ നിങ്ങൾക്ക് നൽകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡ് 10 ഓഫ് കപ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ആഗ്രഹമുണ്ട്. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രണയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെയർ, അറ്റൻഷൻ, ഓക്കെ, നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നിപ്പോൾ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. സോ അത്രയും ഒരു കംഫർട്ട്സും എല്ലാം നിങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് അവരുടെ സീക്രട്ട് ഡിസയർ തന്നെയാണ് നമുക്കിവിടെ പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടുള്ളത്. ആ ഒരു എനർജി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സോ അവർ ചിലപ്പോൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സോള് നിങ്ങളെ ഇത് അറിയിക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ ആ എനർജീസ് എല്ലാം തന്നെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ, ഈ പേഴ്സണിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി സീക്രട്ടായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് നോക്കാം. ക്ലാരിഫിക്കേഷൻ. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ്. ഓക്കെ, ഇനിയും ഈ ഒരു ഏകാന്തതയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ലൈഫിൽ അവർ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ പോലും ആ വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ ഒക്കെ അവർ മനസ്സിൽ കാണുന്നുണ്ട് എന്ന് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. യെസ്, അവർക്ക് നിങ്ങളെ അതായത് ഒരു അമ്മയ്ക്കൊരു കുഞ്ഞിനെ നഷ്ടമായാൽ എങ്ങനെ, അല്ലെങ്കിൽ ആ അമ്മയുടെ കെയർ എത്രത്തോളം അവരുടെ ലൈഫിൽ ഒരു മക്കൾ അമ്മയെ വിട്ടു പോയാൽ അവർക്ക് മിസ്സാകും, ആ ഒരു രീതിയിലൊക്കെ അവർക്ക് ഫീൽ ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമീപ്യം അത്രത്തോളം ആഴത്തിൽ അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമീപ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അത്രത്തോളം പരിശ്രമിക്കും. അതുപോലെ തന്നെ ആ പരിശ്രമങ്ങളിൽ അവർക്ക് വിജയമുണ്ടാകും എന്നും നമുക്കിവിടെ വ്യക്തമാണ്. 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഈ വ്യക്തി അതിനുള്ള ശ്രമങ്ങളിലാണ്. ആ ശ്രമങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അവർ ഓരോ നിമിഷവും നിങ്ങളെ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലവർക്ക് വിജയം സംഭവിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് നമുക്ക് ക്ലാരിഫിക്കേഷൻ നൽകുന്നത്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് അസ് ഓൾ ദി ടൈം. ഓക്കെ, ഇപ്പോൾ സെപ്പറേഷനിലായ സമയത്ത് പോലും നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, എത്ര ദൂരത്തിലായിരുന്നാൽ പോലും ആ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഈ ഒരു ലോകത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെ മാത്രമാണ് എന്ന് അവർ അറിയിക്കുകയാണ്. ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട്. ഈ ഒരു സെപ്പറേഷനിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ എടുത്തൊരു തീരുമാനമായിരിക്കാം വളരെ കുറച്ച് പേർക്ക്. ആ ഒരു വേദന അവരിൽ അത്രത്തോളം ആഴത്തിൽ മുറിവേറ്റിരിക്കുകയാണ്. അത്രത്തോളം ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആസ്. ഓക്കെ, നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രണയം അതിനേക്കാളും സ്ട്രോങ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസിനോളമല്ല, അതിനേക്കാളേറെ സ്ട്രോങ് ആണെന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്. ഐ ആം റെഡി ടു സ്റ്റാർട്ട് ഓൾ വൺസ് അഗൈൻ. ഒരു റീയൂണിയൻ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്നിച്ച് ചേരാമെന്ന് ആ വ്യക്തി പറയുകയാണ്. ഐ ആം അഡിക്റ്റഡ് ടു യു, കാൺട്ട് സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു. ഒക്കെ നിങ്ങളിൽ ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനാണ്. അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ വ്യക്തി നിങ്ങളെ അറിയിക്കുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു കം ക്ലോസർ, സ്പെൻഡ് ടൈം വിത്ത് യു. ഒക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഒന്നിച്ച് ചേരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഐ എം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽട്ട് ടൈം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും എല്ലാ രീതിയിലും സപ്പോർട്ട് നൽകണം. എല്ലാ ഡിഫിക്കൽട്ട് ടൈമിലും നിങ്ങളുടെ ഏതൊരു ബുദ്ധിമുട്ടുള്ള സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്.
ലുക്കിംഗ് അറ്റ് യു, ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ. ഓക്കെ, നിങ്ങളെ ഒരുപാട് നേരം നിങ്ങളെ നോക്കിയിരിക്കാനും നിങ്ങളോട് സംസാരിച്ചിരിക്കാനും ഒക്കെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അറിയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ് നൗ. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങളെടുത്തൊരു തീരുമാനമായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ളൊരു മെസ്സേജാണിത്. ഇങ്ങനൊരു തീരുമാനം നിങ്ങളെടുത്തത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് പോലും വീഴുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ആരും അറിയാതെ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. സീക്രട്ടായിട്ട് തന്നെ അവരുടെ വേദന അവർ ഈ ഒരു സമയത്ത് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി പറയാം. ലെറ്റർ ബി, ലെറ്റർ എൽ, ലെറ്റർ എ, ലെറ്റർ ആർ, ലെറ്റർ എസ്, ലെറ്റർ എച്ച്, ടോറസ്, സജിറ്റേറിയസ്, പൈസസ്. ഇതെല്ലാം സോഡിയക് സൈൻസ് ആണ്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണെയോ സോഡിയക് സൈൻസ് ഇതൊക്കെ ആയിരിക്കാം. അക്വേറിയസ്, ലിയോ. കൺഫ്യൂഷൻ, ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളുണ്ട്. ലെറ്റർ എൻ, 22, number 20, 17, number 1, number 8, 42, 52. ഓക്കെ, 2 നമ്പേഴ്സ്. ഇതെല്ലാ നമ്പേഴ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് ഉള്ള നമ്പേഴ്സ് ആയിരിക്കാം. ജനുവരി മന്ത്, സെപ്റ്റംബർ, ജൂലൈ, ഡിസംബർ and May month. Okay, letter K, സോഷ്യൽ വർക്കർ. ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം. ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം. ലാബ് ടെക്നീഷ്യൻ പോലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തി, അതായത് മെഡിക്കൽ ഫീൽഡിൽ ഉള്ള വ്യക്തികളായിരിക്കാം. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം. ടീച്ചർ പ്രൊഫഷനിലുള്ളവരായിരിക്കാം. ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ബിസി, ഓക്കെ, ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ഇപ്പോൾ ഉള്ളത്. ലെറ്റർ സി, ജൂൺ മന്ത്, ഓഗസ്റ്റ് വന്നിട്ടുണ്ട്. 33, ലെറ്റർ ഡി, 31. നേസൽ പ്രോബ്ലംസ്, എന്തെങ്കിലും നേസൽ പ്രോബ്ലംസ് ഉള്ള വ്യക്തിയായിരിക്കാം. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് എന്തൊക്കെയോ ചില ഹെൽത്ത് ഇഷ്യൂസ് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഡോക്ടർ, ഓക്കെ, മെഡിക്കൽ ഫീൽഡ് വരുന്നുണ്ട്, എന്നാലും ഡോക്ടേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം. നമ്പർ 10, മ്യൂസിക്, ലിബ്ര, സോഡിയക് സൈൻ ആണ്. ഫ്ലവേഴ്സ്, ഈ റിലേഷൻഷിപ്പിൽ ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. 777 ഏഞ്ചൽ നമ്പറാണ്. ടുഡേ ഇറ്റ് സെൽഫ്, ഇന്നത്തെ ദിവസം പ്രത്യേകതയുള്ളവരുണ്ട്. വിത്തിൻ 48 hours കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട്. 29, നമ്പർ 3. സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് ചൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ലോങ് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം. ലെറ്റർ ആർ, 27, 11, and finally letter S,
ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.